നമസ്കാരം. കേരള ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. തിങ്കളാഴ്ച മുതൽ ബെവ്കോ പ്രീമിയം കൗണ്ടറുകളിൽ ഇനി നോട്ട് എടുക്കില്ല, ഡിജിറ്റൽ പേയ്മെന്റ് മാത്രം. ബെവ്കോയിൽ നിയന്ത്രണം വരുമ്പോൾ ഇടുക്കിയിൽ പട്ടയഭൂമിയിലെ നിർമ്മാണ നിരോധനം നീക്കി സർക്കാർ ഉത്തരവിറക്കി. കൊച്ചിയിലെ ബയോമെഡിക്കൽ മാലിന്യ പ്രശ്നം അതിരൂക്ഷമാകുകയാണ്. ശബരിമലയിൽ സ്വർണ്ണ സാമ്പിൾ ശേഖരിച്ചപ്പോൾ ശില്പം വികലമായതിൽ തന്ത്രി കടുത്ത പ്രതിഷേധത്തിലാണ്. പിണറായിയിൽ കെ.എസ്.യു നേതാവിന് മർദ്ദനമേറ്റപ്പോൾ മന്ത്രിക്കെതിരായ കേസിൽ കെ.എസ്.യു പ്രവർത്തകർ ജയിൽ മോചിതരായി. ഇതിനിടെ ഗണേഷ് കുമാർ പ്രസിഡന്റായ എൻ.എസ്.എസ് താലൂക്ക് യൂണിയൻ പിരിച്ചുവിട്ടു. ചാത്തന്നൂരിൽ ഫോർവേഡ് ബ്ലോക്ക് എത്തിയതോടെ പോരാട്ടം കടുക്കും. അട്ടപ്പാടിയിലെ റവന്യൂ രേഖകൾ പരിശോധിക്കാൻ പ്രത്യേക സംഘമെത്തും. കെ.എസ്.ആർ.ടി.സിക്ക് 10 കോടി അധിക സഹായവും ഡി.എയും അനുവദിച്ചു. മഞ്ചേരി നഗരസഭയ്ക്ക് 1.28 കോടി വാടക കുടിശ്ശികയുണ്ട്. പണം കിട്ടാത്തതിനാൽ ഷൂട്ടർമാർ കാട്ടുപന്നികളെ കൊല്ലുന്നത് നിർത്തി. ഔദ്യോഗിക പ്രഖ്യാപനത്തിനു മുൻപേ എ. പ്രഭാകരനായി ചുമരെഴുത്തും തുടങ്ങി. ഗുരുവായൂരിൽ കീഴ്ശാന്തിയെ തിരിച്ചെടുത്തു. ജമാഅത്തിനു വേണ്ടി CPM-ഉം കോൺഗ്രസും തല്ലുകൂടുകയാണെന്ന് രാജീവ് ചന്ദ്രശേഖരും പരിഹസിച്ചു. ഈ ന്യൂസുകളിൽ നിങ്ങൾക്കെന്തു തോന്നി? കമന്റ് ചെയ്യൂ. ശുഭദിനം.